മാരുതിയുടെ പ്രീമിയം സെഗ്മെന്റ് ആയിട്ടുള്ള മാരുതി ബലേനോ ന്യൂ ഫേസിൽ വരുന്ന വാഹനല്ലേ? അതെ. 4 സിലിണ്ടർ സ്വിഫ്റ്റ് കാറുകൾ ഇവിടെ അവൈലബിൾ ആണ്. പല കളറിലുണ്ട്. വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, എല്ലാം ഉണ്ട് നമ്മുടെ അടുത്തല്ലേ. ഇത് ഹ്യുണ്ടായിയുടെ i20 അല്ലേ? i20 സ്പെഷ്യൽ എഡിഷൻ. ആക്റ്റീവ് ആണ് വരിക. നിങ്ങളൊരു SUV സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാരുതി ബ്രെസ്സ അല്ലേ. മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു വാഹനമാണ് XL6. നെക്സിലൂടെ ഇറങ്ങുന്ന വാഹനമല്ലേ. എല്ലാ ഫെസിലിറ്റീസും വരുന്ന ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ മാരുതിയുടെ ഏറ്റവും പ്രീമിയം സെഗ്മെന്റ് വാഹനമായിട്ടുള്ള ഗ്രാൻഡ് വിത്താര. മീഡിയം ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുകയാണെങ്കിൽ മാരുതി ഓൾട്ടോ കേട്ടനാണ് സ്റ്റോക്ക് ഉള്ളത്. ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കാണ് ഇപ്പോൾ ഡിമാൻഡ് കൂടി വരുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ നല്ലൊരു ഓട്ടോമാറ്റിക് സെലീരിയോ സ്റ്റോക്ക് ഉണ്ട്. സാധാരണക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതി ഓൾട്ടോ 800 അല്ലേ. ലോ ബഡ്ജറ്റിൽ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായിയുടെ ഇയോൺ ഉണ്ട്. മീഡിയം ബഡ്ജറ്റിൽ ഒരു വലിയ വാഹനം നോക്കുകയാണെങ്കിൽ ഒരു 6 സീറ്റർ വാഹനം നോക്കുകയാണെങ്കിൽ മഹേന്ദ്രയുടെ KUV നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ മാരുതി വാഗനർ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ഓടിക്കുന്ന വാഹനമാണ് ഹോണ്ട സിറ്റി. നിങ്ങൾ മാരുതിയുടെ സെഡാൻ സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ മാരുതിയുടെ സ്വിഫ്റ്റ് ഡിസയർ ആണ് ഈ ഓഗസ്റ്റ് മാസം ഇവിടെ സ്റ്റോക്ക് ഉള്ളത്. 1 വർഷം വാറന്റി പ്ലസ് 3 ഫ്രീ സർവീസ്, ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ക്വാളിറ്റി വെഹിക്കിളാണ് മാരുതി ഈക്കോ. മാരുതിയുടെ സ്വിഫ്റ്റ് 4 സിലിണ്ടർ വാഹനങ്ങൾ നോക്കുന്നവർക്ക് പരിപൂർണ്ണ വിശ്വാസമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ് പരിചയപ്പെടുത്തിയിരുന്നത്. ഒരു വരുമാന മാർഗ്ഗമൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകളൊക്കെ എടുക്കുന്ന ഒരു വാഹനമാണ് മാരുതിയുടെ ഡിസയർ അല്ലേ. മാരുതി സുസുക്കി വാഗനർ സെഗ്മെന്റിൽ ലിമിറ്റഡ് എഡിഷൻ ഇറക്കിയ വാഹനമാണ് മാരുതിയുടെ വാഗനർ സ്റ്റിംഗർ അല്ലേ. 1-2 അല്ല, ഏകദേശം 100ഓളം നല്ല ക്വാളിറ്റിയുള്ള യൂസ്ഡ് കാറുകൾ, അതും ഓണം ഓഫറിലാണ് ഇത്തവണ നിങ്ങൾ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. മാരുതിയുടെ എല്ലാത്തരം സെഗ്മെന്റ് വാഹനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ചെറുവാഹനങ്ങൾ നോക്കുന്നവർക്കും വലിയ വാഹനം നോക്കുന്നവർക്കും ഏത് തരം വാഹനം നോക്കുന്നവർക്കും ധൈര്യമായിട്ട് വരാൻ പറ്റുന്ന ഷോറൂം. ഈ ഒരു മാസം ഓഗസ്റ്റ് മാസം ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓണം പ്രമാണിച്ചിട്ട് 5000 രൂപ മുതൽ 10,000 രൂപ വരെ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. അതേപോലെ തന്നെ ഏത് വാഹനം പർച്ചേസ് ചെയ്താലും 5000 രൂപയുടെ മാരുതി ജെനുവിൻ ആക്സസറീസ് തികച്ചും ഫ്രീ ആയിട്ട് നൽകുന്നുണ്ട്. ഒരു ഓണ കിറ്റ് പോലെ. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴയാണ്. ആലപ്പുഴ KSRTC ഏകദേശം ഒരു 4 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പക്കി ജംഗ്ഷനാണ് ഈ ഒരു കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. നമ്മുടെ പോപ്പുലർ വെഹിക്കിൾസിന്റെ മാരുതി ട്രൂ വാല്യൂ ഷോറൂമാണ്. എല്ലാത്തരം വാഹനങ്ങളുണ്ട്, വാറന്റി ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ഉണ്ട്, ഓണം ഓഫർ ഉണ്ട്, ഓണം സമ്മാനങ്ങളുണ്ട്. നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഈ ഒരു ഓണ സീസണിൽ നല്ലൊരു വാഹനം അന്വേഷിച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വരാൻ പറ്റുന്ന ഷോറൂമാണ്. വരാൻ പറ്റുന്നവർ ഷോറൂമിലേക്ക് വരിക. അപ്പോൾ എന്തായാലും ഇവരെ കോൺടാക്ട് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റു കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കി. മീഡിയം ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുകയാണെങ്കിൽ മാരുതി ഓൾട്ടോ കേട്ടനാണ് സ്റ്റോക്ക് ഉള്ളത്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2015 മോഡൽ VX ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 67,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണല്ലേ. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് VX എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ ആണ്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന പ്രൈസ് 220. മീഡിയം ബഡ്ജറ്റിൽ തന്നെ വാങ്ങാൻ പറ്റുന്ന ബെസ്റ്റ് വാഹനമാണ്. മാക്സിമം ലോൺ സൗകര്യം മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഒരു ചെറിയ ഡൗൺ പേയ്മെന്റിൽ മാസം ചെറിയ EMI കൊടുത്താൽ ഓട്ടോമാറ്റിക് വാഹനങ്ങൾക്കാണ് ഇപ്പൊ ഡിമാൻഡ് കൂടി വരുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ നല്ലൊരു ഓട്ടോമാറ്റിക് സെലീരിയോ സ്റ്റോക്ക് ഉണ്ട്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? 2016 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. VX ആണ്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതിന് വേറെ മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന പ്രൈസ് 370. 3,70,000. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ല. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. സാധാരണക്കാരൻ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് മാരുതി ഓൾട്ടോ 800 അല്ലേ. നമ്മുടെ അടുത്ത് ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്കാണ് ഈ മാസം വന്നിട്ടുള്ളത്. പല കളറിലും ഉണ്ട്, പല വേരിയന്റിലും ഉണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. ഇത് 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. VX ആണ് വേരിയന്റ് വരുന്നത്. 37,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. 1 ഇയർ വാറന്റി നമ്മൾ കൊടുക്കും. 1 ഇയർ വാറന്റി. അപ്പൊ പിന്നെ വേറെ മേജർ ആക്സിഡന്റ് ഉണ്ടോ റീപ്ലേസ് ഉണ്ടോ ചോദിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്വാളിറ്റി വാഹനമായതുകൊണ്ടാണ് ഇതിന് 1 വർഷം വാറന്റി കൊടുക്കുന്നത് അല്ലേ. ചോദിക്കുന്ന പ്രൈസ് എത്ര? 355 ചോദിക്കുന്നത്. നമുക്കിപ്പോ ഒരു 55 രൂപ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റും. 55 രൂപ അടച്ച് നമുക്ക് ഇറക്കാൻ പറ്റും. ബാക്കി 3 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. മാരുതി ഓൾട്ടോ 800. അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത് 2016 മോഡൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത്. VX ആണ് വേരിയന്റ്. 36,000 കിലോമീറ്റർ വണ്ടി ഓടി. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ലൊരു വാഹനമാണ്. വേറെ മേജർ ആക്സിഡന്റ് കണ്ടീഷൻ വണ്ടിയാണല്ലേ. കണ്ടീഷൻ വണ്ടിയാണ്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്ര? 240 ചോദിക്കുന്നു. 40 രൂപ ഡൗൺ പേയ്മെന്റിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കി ഒരു മാസം ഒരു 4,500 5,000 ആ റേഞ്ചിൽ കിട്ടും. അപ്പൊ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ചെറിയ EMI സ്വന്തമാക്കാൻ പറ്റുന്ന വാഹനമാണ്. ഫാമിലി സെഗ്മെന്റ് വാഹനമാണ് മാരുതി വാഗനർ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വാഹനമല്ലേ. അതിൽ നമുക്ക് ഓട്ടോമാറ്റിക് വരുന്നുണ്ട്, മാനുവൽ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക്. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ തന്നെ 2018 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് VX ആണ് വരുന്നത്. 91,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുണ്ട്. അത് VX മിഡിൽ ഓപ്ഷൻ ആണ്. 4 ഡോർ പവർ വിൻഡോ, 4 ഡോർ പവർ വരുന്നത്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന പ്രൈസ് 4 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. നമുക്ക് ലോൺ ചെയ്യുമ്പോൾ മാക്സിമം ലോൺ നമുക്ക് ഒരു 50 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റും. ഈ ഒരു വാഗനറും ഓട്ടോമാറ്റിക് വരുന്നില്ല. 2016 മോഡലാണ്. സെയിം വേരിയന്റ് VX തന്നെയാണ് വരുന്നത്. സിംഗിൾ ഓണർ. 36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇവിടുന്നൊക്കെ എടുക്കുമ്പോൾ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഓണർഷിപ്പ് ആയിരിക്കും ഒട്ടുമിക്ക വാഹനങ്ങൾ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രൂ വാല്യൂ ഷോറൂമുകൾ വളരെ വിശ്വാസമായിട്ട് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാം. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഓക്കെ, ചോദിക്കുന്ന പ്രൈസ് എത്ര? ചോദിക്കുന്ന പ്രൈസ് 385 ചോദിക്കുന്നത്. നമുക്ക്
നമുക്കിപ്പോൾ ഡൗൺ പേയ്മെന്റ് എത്ര കൊടുക്കേണ്ടി വരും? ഒരു 50 രൂപ അടച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഇത് ഹ്യുണ്ടായി കമ്പനിയുടെ ഗ്രാൻഡ് ആയിട്ട് ന്യൂസ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2024 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. ഏതാ വേരിയന്റ്? ഏതാ? ബേസ് വേരിയന്റ് ആണ്. ബേസ് വേരിയന്റ് ആണല്ലേ? പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. വേറെ മേജർ ആക്സിഡന്റ് ആക്സിഡന്റ് ഒന്നുമില്ല. വാറന്റി കൊടുക്കാൻ പറ്റും. 1 ഇയർ വാറന്റി. 1 വർഷം വാറന്റി ഉണ്ട്. പരിപൂർണ്ണ വിശ്വാസമായി എടുക്കാൻ പറ്റുന്ന ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ്. ചോദിക്കുന്ന പ്രൈസ് എത്ര? 495 ചോദിക്കുന്ന പ്രൈസ്. നമുക്കത് ലോൺ ചെയ്യാൻ പറ്റും? ലോൺ ചെയ്യാൻ പറ്റും. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. ഇത് മാരുതി സുസുക്കിയുടെ സെലേറി എന്ന് പറയുന്ന വാഹനമാണ്. ഡീറ്റെയിൽസ് തന്നെ 2016 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. 56,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഏതാ വേരിയന്റ്? ഏതാ വേരിയന്റ് VXI ആണ്. VXI വേരിയന്റ് ആണ്. വേറെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഇല്ല. ഫുള്ള് ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആണ്. അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് പെട്രോൾ മാനുവൽ അല്ലേ? ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? 335 ആണ് നമ്മൾ ചോദിക്കുന്ന റേറ്റ്. നമുക്ക് അതിനകത്ത് റേറ്റിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്യാം, കൂടാതെ ആക്സറീസും പ്രൊവൈഡ് ചെയ്യാം. ലോ ബജറ്റിലെ ഒരു വാഹനം നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായിയുടെ ഇയോൺ ഉണ്ട്. ഇയോൺ മാത്രമല്ല, കുറച്ചധികം വാഹനങ്ങൾ ഈ ഒരു ലോ ബജറ്റ് ഈ ഒരു മാസം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഈ ഒരു ഇയോണിന്റെ ഡീറ്റെയിൽസ് 2011 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. കിലോമീറ്റർ 146 ഓടിയിട്ടുണ്ട്. 146,000 പെട്രോൾ. അത്യാവശ്യം മൈലേജ് 20 അടുപ്പിച്ച് കിട്ടുന്ന വണ്ടിയാണല്ലേ? ഓക്കെ. ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? നമുക്കൊരു 90 രൂപയ്ക്ക് ലാസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ ചെറിയ എമൗണ്ട്, ഒരു ബൈക്കിൽ നിന്ന് കാറിലേക്ക് മാറി നിൽക്കുന്ന ആളുകൾ വണ്ടി ഓടിച്ചു പഠിക്കാനൊക്കെ സൂട്ടബിൾ ആയിട്ടുള്ള വണ്ടിയാണ്. മീഡിയം ബഡ്ജറ്റിൽ ഒരു വലിയ വാഹനം നോക്കുകയാണെങ്കിൽ, ഒരു 6 സീറ്റർ വാഹനം നോക്കുകയാണെങ്കിൽ മഹേന്ദ്രയുടെ KUV നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് 2016 മോഡലാണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 46,000 കിലോമീറ്റർ വണ്ടി മൊത്തത്തിൽ ഓടിയിട്ടുള്ളൂ. പെട്രോൾ മാനുവൽ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ്. ഇത് 5 സീറ്റർ അല്ല, 6 സീറ്റർ വാനാണ്. ഓക്കെ. ചോദിക്കുന്ന പ്രൈസ് എത്ര? പ്രൈസ് നമ്മൾ ആസ്ക് ചെയ്യുന്നത് 280 ആണ്. 2,80,000 രൂപ. ചെറിയ എമൗണ്ടിൽ വാങ്ങാൻ പറ്റുന്ന ഒരു വലിയ വാഹനം തന്നെയാണ്. കോമ്പാക്ട് XUV എന്ന് പറയാൻ പറ്റുന്ന ഒരു വാഹനം. അത്യാവശ്യം മൈലേജും കിട്ടും. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. ഫാമിലി കസ്റ്റമേഴ്സിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ മാരുതി വാഗനർ ആണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം യാത്രാ കംഫർട്ടും കാര്യങ്ങളൊക്കെ നല്ല സുഖമുള്ള ഒരു വണ്ടിയാണല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. 23,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഏത് വേരിയന്റ്? വേരിയന്റ് VXI ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. എന്നാലും ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആക്സിഡന്റും കാര്യങ്ങളൊന്നും ഇല്ല. ഷോറൂം ഹിസ്റ്ററി അവൈലബിൾ ആണ്. 1 ഇയർ വാറന്റി, 3 ഫ്രീ സർവീസ് വരുന്നുണ്ട്. അത് ഓൾ ഇന്ത്യ മാരുതി സർവീസ് കിട്ടൂലേ? ഓക്കെ. നമുക്ക് ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? നമുക്ക് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 510 ആണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും അതിനകത്ത് ഓൺ ഓഫർ ആയിട്ട് കാര്യങ്ങൾ എന്തായാലും ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആക്സറീസ് ഞങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാ ഫെസിലിറ്റീസും വരുന്ന ഒരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ മാരുതിയുടെ ഏറ്റവും പ്രീമിയം സെഗ്മെന്റ് വാഹനമായിട്ടുള്ള ഗ്രാൻഡ് വിത്താര നമ്മുടെ സ്റ്റോക്ക് ഉണ്ട്. ഇതിന് ഡീറ്റെയിൽസ് തന്നെ വരുന്നു. ഇത് 2024 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. സിഗ്മ വേരിയന്റ് ആണ്. സിഗ്മ വേരിയന്റിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. റിയർ ക്യാമറ, ടച്ച് സ്ക്രീൻ, റിയർ AC, ഓൾമോസ്റ്റ് LED പ്രൊജക്ടർ ഹെഡ്ലാമ്പാണ് വരുന്നത്. അലോയ് വീൽസ് വരുന്നത് ഇതിന് തൊട്ട് മേലത്തെ വേരിയന്റ് തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് 1 ഇയർ വാറണ്ടി, 3 ഫ്രീ ചെക്കപ്പ് സർവീസ് ഉണ്ട്. നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് എഞ്ചിൻ, ഗിയർ ബോക്സ്, AC കംപ്രസറിലാണ്. ഇതിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ട്രൂവാലി ചോദിക്കുന്നത് വെറും 10,60,000 രൂപയാണ്. 10,60,000 രൂപ. നമുക്ക് മാക്സിമം ലോൺ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും 90% വരെ നമ്മുടെ ഈ വണ്ടിക്ക് ലോൺ കയറും. ഈ പറയുന്ന വാറണ്ടിയും പ്ലസ് 3 ഫ്രീ സർവീസും ഓൾ ഇന്ത്യ ഏത് മാരുതി സർവീസ് സെന്ററിലും കിട്ടും. മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന വാഹനമാണ് ഗ്രാൻഡ് വിത്താര അല്ലേ? അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ ഇത് 2023 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 44,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വില വെറും 11,50,000 രൂപ. 11,50,000 രൂപ ആസ്കിംഗ് പ്രൈസ് അല്ലേ? അതെ. വേരിയന്റ് ഏതാ? ഇത് സീറ്റ വേരിയന്റ്, സെക്കൻഡ് വേരിയന്റ് എന്ന് പറയും. അതായത് ആൽപ്പയുടെ തൊട്ട് ഫീച്ചേഴ്സ് സീറ്റിൽ വരുന്നുണ്ട്. അതെ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? അതെ, തീർച്ചയായിട്ടും മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. മാരുതിയുടെ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന ഒരു വാഹനമാണ് XL6. നെക്സയിലൂടെ ഇറങ്ങുന്ന വാഹനം അല്ലേ? അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ ആണ്. 38,000 കിലോമീറ്റർ മാത്രം ഓടിയ ഈ വാഹനത്തിന് നമ്മൾ ആസ്കിംഗ് പ്രൈസ് ചോദിക്കുന്നത് വെറും 8,85,000 രൂപ. 8,80,000 രൂപ. ഏത് വേരിയന്റ് ഏതാ? ഇത് സീറ്റ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ടോപ്പ് എൻഡ് അല്ല, അതിന്റെ തൊട്ട് താഴത്തെ വേരിയന്റ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനമാണ്. 6 സീറ്റർ ആണല്ലേ? 6 സീറ്റർ. മാക്സിമം ലോൺ ചെയ്യാൻ പറ്റില്ലേ? മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു SUV സെഗ്മെന്റ് വാഹനം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാരുതി ബ്രസ അല്ലേ? അതെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ZXi ടോപ്പ് വേരിയന്റ് ആണ്. 44,000 കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന ഈ വാഹനത്തിന് ട്രൂവാലി ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് 8,50,000 രൂപയാണ്. 8,50,000 രൂപ ആസ്കിംഗ് പ്രൈസ് ആണ്. ഈ മാസം ഡിസ്കൗണ്ടും ഓഫറും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് ഓണം പ്രമാണിച്ചിട്ട്. ഇത് പെട്രോൾ മാനുവൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഹ്യുണ്ടായിയുടെ i20 അല്ലേ? i20 സ്പെഷ്യൽ എഡിഷൻ ആക്റ്റീവ് ആണ് വരുന്നത്. ഓക്കെ. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ വരുന്നത്. ഇത് 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ മാത്രം ഓടിയിരിക്കുന്ന വെഹിക്കിൾ ആണ്.
48,000 കിലോമീറ്റർ മാത്രം ഓടിക്കുന്ന ഈ വാഹനത്തിന് ട്രുവാലി ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് 5,15,000 രൂപയാണ്. 5,15,000 രൂപ. ഇത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പെട്രോൾ മാനുവൽ. അതെ, പെട്രോൾ മാനുവലാണ്. LED പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, അലോയ് വീൽ, റിവേഴ്സ് ക്യാമറ, ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. മാക്സിമം കിലോമീറ്റർ ചെയ്യാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഇതിന്റെ ഡീറ്റെയിൽസ് തന്നെ 2022 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ ഓടിക്കുന്ന വാഹനമാണ് ഹോണ്ട സിറ്റി. ഇത് വി വേരിയന്റ് എന്ന് പറയും. ഫുൾ ഓപ്ഷൻ ആണല്ലേ? ഫുൾ ഓപ്ഷൻ ആണ്. 44,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. അത് നമ്മുടെ ട്രുവാലി ആലപ്പുഴ. ആസ്കിംഗ് പ്രൈസ് ചോദിച്ചിരിക്കുന്നത് 8,85,000 രൂപ. 8,85,000 രൂപ. പെട്രോൾ മാനുവൽ ട്രാൻസ്മിഷൻ ആണ് വരുന്നത്. വേറെ മേജർ ആക്സിഡന്റ് കാണുന്നില്ലാത്തതിന്റെ പേരിൽ വാറന്റി കൊടുക്കാൻ പറ്റുമോ? 1 ഇയർ വാറന്റി നമുക്ക് 1 വർഷത്തെ വാറന്റി ഉണ്ട്. അതർ ബ്രാൻഡ് വാഹനമായിട്ട് പോലും നമ്മൾ 1 ഇയർ വാറന്റി കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം നല്ല ക്വാളിറ്റി വാഹനമാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻ കാണാൻ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ അല്ലേ? അതെ.